Today I want to share with you something that God has put in my heart. എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ ചില ചിന്തകളിൽ നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. I am a strict student of the Word of God. ഞാൻ ദൈവവചനം നിർബന്ധമായും പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. I love this book. ഞാൻ ഈ വേദപുസ്തകം വളരെ This ഇഷ്ടപ്പെടുന്നു. book speaks to me every day. ഇത് ഓരോ ദിവസവും എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. Most of the times when I'm reading the Word of God, I feel Jesus Christ sitting next to me and talking to me. ഓരോ പ്രാവശ്യവും ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് യേശു കർത്താവ് എൻ്റെ അടുത്തിരുന്ന് എന്നോട് സംസാരിക്കുന്നുവെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. This gives life to me. ഇത് എനിക്ക് ജീവൻ നൽകുന്ന പുസ്തകമാണ്. This gives me energy and motivation to keep going forward. ഇതെനിക്ക് മുന്നോട്ട് പോകുവാനുള്ള പ്രോത്സാഹനവും ഊർജ്ജവും I നൽകുന്നു. would not have been what I am today without my discipline in reading the Word of God. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന പതിവില്ലായിരുന്നെങ്കിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും എത്തിച്ചേരുമായിരുന്നില്ല. Friends, we got to give importance to the Word of God in our life. നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതിന് കൂടുതലായി പ്രാധാന്യം നൽകണം. I know life is very busy these days. ഈ സമയത്ത് ജീവിതം വളരെ എല്ലാവർക്കും തിരക്കാണെന്ന് എനിക്കറിയാം. It's very challenging to find time for everything. എല്ലാത്തിനും സമയം കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. But can I request you today that you should find time to meditate upon the Word of God? എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കട്ടെ, നിങ്ങൾ വചനം വായിക്കുന്നതിന് സമയം കണ്ടെത്തുവാൻ വളരെ ശ്രദ്ധിക്കുക. It's a medicine to your body and to your soul. ഇത് നിങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും ദിവ്യമായ ഒരു ഔഷധം തന്നെയാണ്. Psalms 119 verse 11 says that I've kept your word in my heart. 119 സങ്കീർത്തനം അതിന്റെ 11 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വചനത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന്. The same psalm says that Lord, your word is light to my feet and lamp to my path. 119 സങ്കീർത്തനം 105 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും പാതകൾക്ക് പ്രകാശവും ആകുന്നു എന്ന്. So we need to give importance to the Word of God. അതുകൊണ്ട് നാം ദൈവവചനത്തിന് അതിൻ്റെതായ പ്രാധാന്യം നൽകണം. And today I want to share with you what God has spoken to me a few weeks back. ചില ആഴ്ചകൾക്ക് മുമ്പ് ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ചില ചിന്തകളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ Turn പോകുന്നത്. with me to the book of Judges if you have your Bible with you. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. Let's go to the chapter 6. 6-ാം അധ്യായം നമുക്ക് We ശ്രദ്ധിക്കാം. are going to talk about a man who is very, very famous in the Bible. വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് ഇവിടെ നാം വായിക്കുന്നത്. If you have been a Christian all your life, you would have heard about him many, many times in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ധാരാളം പ്രാവശ്യം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം. His name is Gideon. അവൻ്റെ പേരാണ് ഗിദെയോൻ. In chapter 6, we read about the life of Gideon. 6-ാം അധ്യായത്തിൽ നാം ഗിദെയോന്റെ ജീവിതത്തെക്കുറിച്ച് കാണുന്നു. The book of Judges is a very fascinating book. ന്യായാധിപന്മാരുടെ പുസ്തകം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട We പുസ്തകമാണ്. read about 13 heroes or 13 judges, the chosen men of God. അവിടെ നമുക്ക് 13 ന്യായാധിപന്മാരെ കുറിച്ച്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ കുറിച്ച് വായിക്കുവാൻ കഴിയും. Time to time they were chosen by God, men and women, to lead Israel, to deliver Israel and to lead them in the righteous way. സമയാസമയങ്ങളിൽ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി, രക്ഷിക്കുവാൻ വേണ്ടി, അവർക്ക് ഉദ്ധാരണം നൽകുവാൻ വേണ്ടി അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളുമായിരുന്നു. And one among these 13 judges is Gideon. അവരിൽ ഒരാളാണ് ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തി. And now we read in chapter 6 like this, that the children of Israel were under Midianites for 7 years. 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഇസ്രായേൽ മക്കൾ 7 വർഷം മിദ്യാന്യരുടെ കീഴിലായിരുന്നു എന്നുള്ളതാണ്. These 7 years were years of pain and agony and bitterness in their life. കഴിഞ്ഞ 7 വർഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ദുഃഖവും നിരാശയും കഷ്ടപ്പാടും മാത്രമായിരുന്നു. The Bible says like this, when you read from verse 1 to verse 7 in chapter 6, you will read about the conditions of the Israelites when they were under Midianites. 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മിദ്യാന്യരുടെ കീഴിൽ ഇസ്രായേൽ മക്കൾ എത്രമാത്രം കഷ്ടപ്പെട്ടുവെന്ന് നമുക്ക് കാണാൻ They were living in fear. അവര് ഭയത്തിൻ They കീഴിലായിരുന്നു. were living scattered in caves and in dens. അവര് ഗുഹകളിലും മറ്റും അവര് മിദ്യാന്യരെ ഭയന്ന് ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം. The Midianites would come and take away everything that belonged to the Israelites. ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നതൊക്കെയും മിദ്യാന്യർ കടന്നു വന്ന് അപഹരിച്ചു കൊണ്ടുപോകുമായിരുന്നു. And verse 6 says like this, 6-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, that the life of the Israelites were miserable. ഇസ്രായേൽ മക്കളുടെ ജീവിതം വളരെയധികം പരിതാപകരമായിരുന്നു, What does that കഷ്ടപ്പാട്. mean?
അതിന്റെ അർത്ഥം എന്താണ്? It means that they had no purpose in their life, they had no joy, no peace, no happiness in their life. അവരുടെ ജീവിതത്തിൽ യാതൊരു ലക്ഷ്യമോ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയോ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. They had no celebrations, no joy, nothing. In fact, there was no reason for them to live. അവർക്ക് ജീവിക്കുന്നതിന് തന്നെ ഒരർത്ഥമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സന്തോഷമോ യാതൊരു തരത്തിലുള്ള ഉല്ലാസമോ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഈ വചനഭാഗത്ത് മനസ്സിലാക്കാം. But in midst of that, Israelites knew one thing. ഈ പ്രതിസന്ധികൾക്ക് എല്ലാം നടുവിലും അവർക്ക് ഒരു കാര്യം That അറിയാം. this God is a prayer answering God. അവരുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. We have messed up. നാം പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. We have sinned. നാം പാപം ചെയ്തു. We have turned away from God. നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു We പോയി. did evil in the sight of God. ദൈവത്തിന്റെ സന്നിധിയിൽ അനീതിയായിട്ടുള്ള But yet we know one thing, that this God is a forgiving God and is a God who will answer our prayers. എങ്കിലും നമുക്കൊരു കാര്യം അറിയാം, ഈ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും He will have compassion over us. നമ്മുടെ മേല് I സഹതാപം want to tell you, കാണിക്കുകയും my friends, you have a God who is full of compassion. അതെ, നമ്മളോട് മനസ്സലിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കട്ടെ. Today you might be living in guilt, you might have messed up, you might be far away from God, you might be living a life which is sinful, but I have a good news for you, that you have a God and He is a forgiving and ever-loving God. നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് ജീവിക്കുന്നത് കുറ്റബോധത്തോടു കൂടെ ആയിരിക്കും, നിങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു വാർത്ത ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന, നിങ്ങളോട് സഹതാപം കാണിക്കുന്ന ഒരു ദൈവം Would you come to Jesus Christ today? നിങ്ങൾ ഇന്ന് യേശു കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമെങ്കിൽ, in midst of your sins, in midst of your challenges, in midst of all the mess ups that you have made, are you willing to come to the feet of Jesus Christ today? നിങ്ങളുടെ പാപങ്ങൾക്ക് നടുവിൽ, നിങ്ങളുടെ വെല്ലുവിളികൾക്ക് നടുവിൽ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുമെങ്കിൽ അവിടുന്ന് നിങ്ങളോട് ക്ഷമിക്കും. Chapter 6 teaches us something very, very strongly. 6-ാം അധ്യായത്തിൽ ചില പ്രത്യേകമായ ചില കാര്യങ്ങൾ പറയുന്നു. In midst of the miserable condition, ഇത്തരത്തിലുള്ള പരിതാപകരമായ ഒരു in midst of the fear, അവരുടെ ഭയത്തിന് നടുവിൽ, in midst of being under slavery, അടിമത്തത്തിലായിരിക്കുന്ന അവസ്ഥയിൽ they remembered their Lord God. അവർ യഹോവയാം ദൈവത്തെ ഓർക്കുന്നു. Verse 7 says that they cried out to the Lord. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ യഹോവയോട് നിലവിളിച്ചു. They knew that the whole world may reject us, but our God will never reject us. അവർക്കൊരു കാര്യം അറിയാം, ഈ ലോകം മുഴുവനും അവരെ തള്ളിക്കളഞ്ഞാലും അവരെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ടെന്ന്. Today come to Jesus, He will listen to your prayer. അതെ, ഇന്ന് നിങ്ങൾക്ക് യേശു കർത്താവിന്റെ സന്നിധിയിലേക്ക് വരിക. Now God listened to their prayers. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന. And verse 11 says like this. അതിലെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. I'm coming to my main message right now. ഞാനിപ്പോൾ എൻ്റെ പ്രധാന സന്ദേശത്തിലേക്ക് വരികയാണ്. God heard their prayer. ദൈവം അവരുടെ പ്രാർത്ഥന And കേട്ടു. verse 11 says like this. 11-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. Now the angel of the Lord came and sat under the terebinth tree which was in Ophrah, which belonged to Joash the Abiezrite, while his son Gideon threshed wheat in his winepress in order to hide it from the Midianites. 11-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രിയനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴിയിരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. So here we read about a young man whose name is Gideon. ഇവിടെ നാം ഒരു യൗവനക്കാരനെ കുറിച്ച് വായിക്കുന്നു. അവന്റെ പേരാണ് ഗിദെയോൻ. What is he doing right now? ഇപ്പോൾ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? He's beating the wheat. അവൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. Maybe he had a harvest very recently. അടുത്ത സമയത്ത് തന്നെ അവന് ഗോതമ്പ് And he is കൊയ്ത്തുണ്ടായിരിക്കണം. trying to weed the wheat out of the husk and going to hide it from the Midianites. അവന് ഈ ഗോതമ്പ് വേർതിരിച്ച് ശത്രുവായ മിദ്യാന്യരിൽ നിന്ന് സംരക്ഷിക്കണമായിരുന്നു. He wants to hide it because he knows Midianites would come any day and take away every harvest, every fruit of the hard work of the Israelites. അവന് മിദ്യാന്യരിൽ നിന്ന് ഇത് സംരക്ഷിക്കണമായിരുന്നു. കാരണം അവനറിയാം എല്ലാ സമയത്തും ഇത് അപഹരിക്കുവാനായിട്ട് മിദ്യാന്യർ അവിടേക്ക് വരുമെന്ന്.
Because when you will read chapter 6 verse 1 to 5, you will see that they would just come and destroy everything that belonged to the Israelites. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും മിദ്യാന്യർ വന്ന് അവരുടെ സകലവും Verse 4 അപഹരിക്കുന്നു. says, then they would encamp against them and destroy the produce of the earth as far as Gaza and leave no substance for Israel. അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും And so ശേഷിപ്പിക്കും. now Gideon is afraid. അതുകൊണ്ട് ഇപ്പോൾ ഗിദെയോൻ He is in ഭയത്തിലാണ്, fear. അവൻ And ഭയപ്പെട്ടിരിക്കുകയാണ്. he brings his harvest, and probably he's beating the thresh, he's beating those husks to take out the wheat grain from the husk and hide it. അതുകൊണ്ട് ഗിദെയോൻ ചെയ്യുന്നത് തന്റെ ഗോതമ്പ് കൊണ്ടുവന്നിട്ട് അവൻ മെതിച്ചുകൊണ്ടിരിക്കുകയാണ്, മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടത്. And while he's doing this, what is going through his mind probably? അവനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ അവന്റെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത കടന്നു പോകുന്നത്? Oh, I hope I'll be able to hide my produce. എൻ്റെ ഫലം ഞാൻ തന്നെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. For next 6 months, അടുത്ത 6 മാസത്തേക്ക്, or maybe till the next harvest, അല്ലെങ്കിൽ അടുത്ത വിളവ് വരെ, God help me to hide my produce. എൻ്റെ വിളവ് ഞാൻ സൂക്ഷിച്ചു വെക്കാനായിട്ട് ദൈവം സഹായിക്കും. So that the enemy will not able to take away what belongs to me. എനിക്ക് ഉള്ളതൊന്നും ശത്രുവിന് അതുകൊണ്ട് എടുക്കാൻ I കഴിയില്ല. want my family to survive till the next harvest. അടുത്ത കൊയ്ത്ത് വരെ എനിക്ക് എൻ്റെ കുടുംബത്തിന് Oh, സംരക്ഷിക്കേണ്ടതുണ്ട്. this wheat should be enough for till the next harvest. അടുത്ത കൊയ്ത്ത് വരെ ഈ വിളവ് മതിയാകും. Lord, help us to live through this produce till the next harvest. അടുത്ത കൊയ്ത്ത് വരെ ഈ വിളവ് കൊണ്ട് കഴിയാൻ എന്നെ സഹായിക്കണം. While he's beating the husk, he's beating it with fear and uncertainty in his life. അവന്റെ ജീവിതത്തിൽ അനിശ്ചിതത്വത്തിൽ നിന്നുകൊണ്ട് ഭയത്തോടെയാണ് അവന് ഈ ഗോതമ്പ് മെതിക്കുന്നത്. Tomorrow the enemy may come and take away everything. ഒരുപക്ഷെ നാളെ ശത്രു വന്ന് ഇത് അപഹരിച്ചു കൊണ്ടുപോയേക്കാം. Oh, I should be able to hide it as quickly as possible. എത്രയും പെട്ടെന്ന് കഴിയാവുന്നിടത്തോളം ഇത് ഹൈഡ് ചെയ്ത് വെക്കേണ്ടതാണ്. Today, friends, I want to ask you a question. എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങളോട് ചോദിക്കട്ടെ, Are you surrounded by problems that is dictating you and bringing fear in your heart? നിങ്ങളുടെ ജീവിതത്തിൽ ഭയം കൊണ്ടുവരുന്ന ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മധ്യത്തിലാണോ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്? Is the enemy prevailing over you? ശത്രു നിങ്ങളെ ഭരിക്കുകയാണോ? Are you being operated in fear continuously in your life? നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായി ഭയം നിങ്ങളെ ഭരിക്കുകയാണോ? Are you thinking about next 6 months or a year or about 5 years? നിങ്ങൾ അടുത്ത 6 മാസത്തേക്ക്, 1 വർഷത്തേക്ക്, 5 വർഷത്തേക്ക് നിങ്ങൾ You have been ചിന്തിക്കുകയാണ്. working hard and you just want to save and hide some things so that you and your family will sustain for a few more months or years. അടുത്ത ചില മാസങ്ങൾ, വർഷങ്ങളിലേക്ക് ഇപ്പോൾ ഉള്ളത് കൊണ്ട്, നിങ്ങൾ ചരിതിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണോ? Gideon is trying to hide his wheat from the Midianites. ഗിദെയോൻ ഇവിടെ ചിന്തിക്കുന്ന മിദ്യാന്യരിൽ നിന്ന് തന്റെ വിളവൊക്കെയും സംരക്ഷിക്കണമെന്നാണ്. Gideon is thinking for the maximum of 6 months or till the next harvest. അടുത്ത 6 മാസത്തേക്കോ അല്ലെങ്കിൽ അടുത്ത കൊയ്ത്ത് വരെയെങ്കിലും ഇത് സൂക്ഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. His maximum thinking is only till the next harvest. അടുത്ത കൊയ്ത്ത് വരെ ഇത് സംരക്ഷിക്കണമെന്നുള്ളതാണ് അവൻ മാക്സിമം ചിന്തിക്കുന്നത്. Oh, I wish I can hide it till the next produce. അടുത്ത വിളവ് വരെ എനിക്കിത് സംരക്ഷിക്കാൻ കഴിയുമോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. Oh, I wish I can hide it away from the Midianites till the next produce so that my family will live happily. അടുത്ത വിളവ് വരെ മിദ്യാന്യരിൽ നിന്ന് എനിക്കുള്ളത് സംരക്ഷിക്കുവാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കുടുംബത്തെ But സംരക്ഷിക്കാൻ that is the time the angel of the Lord visits him. ഈ സമയത്താണ് യഹോവയുടെ ദൂതൻ അവനെ സന്ദർശിക്കുന്നത്. And probably God is asking him a question. അവിടെ ദൈവം ഇങ്ങനെ അവനോട് ചോദിച്ചിട്ടുണ്ടാകാം, Gideon, do you know who you are? ഗിദെയോനെ, നിനക്കറിയാമോ നീ ആരാണെന്ന്? The verse 12 says like this. 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ And വായിക്കുന്നു, the angel of the Lord appeared to Gideon and asked him and said to him, the Lord is with you, you mighty man of valor. ഗിദെയോൻ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ What നിന്നോട് is God calling him? യഹോവ എന്താണ് അവനെ വിളിക്കുന്നത്? Mighty man of valor. പരാക്രമശാലി എന്നാണ്. But who is Gideon actually? യഥാർത്ഥത്തിൽ ഗിദെയോൻ ആരാണ്? He is a man who is full of fear. ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഗിദെയോൻ.
A man who's trying to hide his produce. തന്റെ വിളവൊക്കെയും ഒളിപ്പിച്ചു വെക്കുവാൻ നോക്കുന്ന A വ്യക്തി, man who is scared of the enemies. ശത്രുവിനെ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന വ്യക്തി, A man who is only thinking till the next harvest. അടുത്ത വിളവ് വരെ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഗിദെയോൻ. But God is calling him as a man of valor. എന്നാൽ അവനെ നോക്കി ദൈവം വിളിക്കുകയാണ് In പരാക്രമശാലി. other words, God would ask Gideon, do you know who you are? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗിദെയോനോട് ചോദിക്കുകയാണ്, ഗിദെയോനെ നീ ആരാണെന്ന് നിനക്കറിയാമോ? You are not a fearful person. നീ ഒരു ഭയപ്പെട്ടിരിക്കുന്ന You are വ്യക്തിയല്ല. not somebody who got to think for next 6 months. അടുത്ത 6 മാസത്തേക്ക് ചിന്തിക്കേണ്ട വ്യക്തിയല്ല നീ. You are not somebody who just got to think about you and your family. നിന്റെ കുടുംബത്തെക്കുറിച്ച് നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട ഒരു വ്യക്തിയല്ല നീ. No, that is not who you are. അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ല നീ. You are somebody different than what you are thinking. നീ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള വ്യത്യസ്തനായ ഒരു വ്യക്തി ആയിരിക്കണം നീ. Actually, you have not identified yourself who you are. അതെ, നീ ആരാണെന്ന് നിന്നെക്കുറിച്ച് നീ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. And God is saying to Gideon, ദൈവം ഗിദെയോനോട് പറയുകയാണ്, you don't know who you are, but I know who you are. നീ ആരാണെന്ന് നിനക്കറിയുകയില്ല, പക്ഷെ എനിക്കറിയാം നീ ആരാണെന്ന്. I know who you are. നീ ആരാണെന്ന് എനിക്കറിയാം. You are not somebody called to operate in fear. അതെ, നീ ഭയത്തോടെ ജീവിക്കേണ്ട വ്യക്തി അല്ല. You are not somebody who is going to just think about you and your family. നിന്നെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കേണ്ട ആളല്ല നീ. You are not called just to think about the next harvest or till next 6 months. അടുത്ത 6 മാസത്തേക്കോ അടുത്ത വിളവ് വരെയോ മാത്രം ചിന്തിക്കേണ്ട പരിമിതമായ ഒരു വ്യക്തിയല്ല നീ. But Gideon, let me tell you who you are. ഗിദെയോനോട് പറയുകയാണ്, നീ ആരാണെന്ന് നിനക്കറിയാമോ? You are a mighty man of valor. നീ പരാക്രമശാലിയാണ്. You are a mighty man of valor. നീ ദൈവത്തിന്റെ And പരാക്രമശാലിയാണ്. God must be telling to Gideon like this. ഗിദെയോനോട് ദൈവം ഇങ്ങനെ അവനെ നോക്കി പറയുകയാണ്, Gideon, you are thinking for next 6 months. ഗിദെയോനെ, നീ അടുത്ത 6 മാസത്തേക്കുള്ള കാര്യം മാത്രമാണ് You are just thinking about sustaining your family till the next harvest. അടുത്ത ഹാർവസ്റ്റ് വരെ നിന്റെ കുടുംബം എങ്ങനെ നിൽക്കണമെന്നുള്ളതാണ് നീ Your ചിന്തിക്കുന്നത്. vision is only till the next harvest. അടുത്ത വിളവെടുപ്പ് വരെ മാത്രമേ നീ ചിന്തിക്കുന്നുള്ളൂ. But I am your God. എന്നാൽ ഞാൻ നിന്റെ ദൈവമാകുന്നു. I am Alpha and Omega. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. I am thinking about you for eternity. അതെ, ഞാൻ നിന്റെ നിത്യതയെക്കുറിച്ച് വരെ ചിന്തിക്കുന്ന You ദൈവമാണ്. are thinking till the next harvest, but I am thinking about eternity. അതെ, നീ അടുത്ത വിളവെടുപ്പ് വരെ മാത്രമാണ് നീ ചിന്തിക്കുന്നത്, എന്നാൽ ഞാൻ നിത്യത വരെ ചിന്തിക്കുന്ന ദൈവമാണ്. You are only thinking about hiding yourself and your family and your grain, but I am thinking about you as the greatest deliverer of Israel. അതെ, ഒരുപക്ഷെ നീ ചിന്തിക്കുന്ന നിന്റെ കുടുംബത്തെക്കുറിച്ചും നിന്നെക്കുറിച്ചും മാത്രമാണ്, എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് നീ ഇസ്രായേലിനെ വിടുവിക്കുവാനുള്ള ഒരു പരാക്രമശാലിയാണ്. You are thinking only about protecting your grain and protecting your family, but I am thinking about you as the protector of my people, the entire nation of Israel. നിന്റെ കുടുംബത്തെയും നിന്റെ വിളവിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു വ്യക്തിയാണെന്ന് നീ ചിന്തിക്കുമ്പോൾ, ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇസ്രായേലിന്റെ ഒരു സംരക്ഷകനായി ഇറങ്ങിത്തിരിക്കുവാനുള്ള ഒരു യോദ്ധാവാണ്, നേതാവാണ് നീ എന്നാണ്. Gideon, my thoughts are different than your thoughts. ഗിദെയോനെ, നിന്റെ ചിന്തകളല്ല എന്റെ ചിന്തകൾ. My ways are beyond your comprehension. അതെ, നിന്റെ ചിന്തകൾക്കും അപ്പുറത്താണ് എന്റെ വഴികൾ. Let me say this again. ഞാനിത് ഒരിക്കൽ കൂടെ പറയട്ടെ. God would have said to Gideon like this. ഒരുപക്ഷേ ഗിദെയോനോട് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, My son, you are thinking only about till next harvest. മകനെ, നീ അടുത്ത വിളവെടുപ്പ് വരെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളാകാം. But you know what I am thinking? പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്തെന്ന് നിനക്കറിയാമോ? I'm not thinking till the next harvest. ഞാൻ അടുത്ത വിളവെടുപ്പ് വരെ അല്ല I'm not ചിന്തിക്കുന്നത്. thinking about till next 2 or 3 years. 2-3 വർഷത്തേക്ക് മാത്രമല്ല ഞാൻ ചിന്തിക്കുന്നത്. But let me tell you, my son Gideon. എന്റെ പ്രിയ മകനെ, ഞാൻ നിന്നോട് പറയട്ടെ, My thoughts are that you will be recorded forever in my book. അത് എന്റെ ചിന്തകൾ ഈ വേദപുസ്തകത്തിൽ, ഈ പുസ്തകത്തിൽ എന്നേക്കുമായി എഴുതപ്പെടുവാൻ പോകുന്ന ചിന്തകളാണ്. You will not become a history, but you are going to be a history creator. നീ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി തീരുകയല്ല, നീ തന്നെ ഒരു ചരിത്രമാകാൻ പോകുകയാണ്. And you will be preached around the world for ages to come. അതെ, അടുത്ത കാലത്തേക്ക് പ്രസംഗിക്കുവാൻ പോകുന്ന ഒരു വിഷയമായി തീരാനായിട്ട് ഞാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ്. Probably God is looking at Gideon and saying like this. ഒരുപക്ഷേ ഗിദെയോനെ നോക്കിക്കൊണ്ട് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, You are thinking till the next harvest. നീ അടുത്ത വിളവെടുപ്പ് വരെ മാത്രമാണ് But ചിന്തിക്കുന്നത്. Gideon, you know what? ഗിദെയോനെ, നിനക്ക് എന്നാൽ അറിയാമോ? 5,000 years from now,
ഇപ്പോൾ കഴിഞ്ഞ 5000 വർഷങ്ങൾക്ക് ശേഷവും people would be preaching about you. അതേ ആളുകൾ നിന്നെക്കുറിച്ച് You പ്രസംഗിക്കുന്നുണ്ട്. think about 6 months. നീ 6 മാസത്തേക്ക് മാത്രമാണ് You ചിന്തിക്കുന്നത്. think about the next harvest. നീ അടുത്ത വിളവെടുപ്പ് വരെ മാത്രമാണ് ചിന്തിക്കുന്നത്. I'm a God of generations. ഞാൻ തലമുറകളുടെ ദൈവമാകുന്നു. My friends, I'm talking to you today. എന്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. My God knows who you are. നീ ആരാണെന്ന് എന്റെ ദൈവത്തിനറിയാം. Today you might be thinking yourself as a barren person. ഒരുപക്ഷെ നിങ്ങൾ ഒരു വന്ധ്യയായ വ്യക്തിയാണെന്ന് നിങ്ങൾ You ചിന്തിക്കുന്നുണ്ടാകാം. might be thinking yourself as a person who fears everything. അതെ, നിങ്ങൾ ഭയത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ കരുതുന്നുണ്ടാകാം. You are just thinking about next 3 months. നിങ്ങൾ അടുത്ത 3 മാസത്തേക്ക് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. The doctors have given on you and said that you got only 3 months to live. നിങ്ങൾക്ക് ഇനി ഒരു 3 മാസം മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർമാർ നിങ്ങളെക്കുറിച്ച് വിധി പറഞ്ഞിരിക്കാം. Maybe you do not have time enough to pay your financial loans. നിങ്ങളുടെ സാമ്പത്തിക കടങ്ങൾ വീട്ടുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരിക്കാം. But God is saying to you today, എന്നാൽ ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, you are not what you think about yourself, but I know who you are. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയല്ല നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാമെന്ന് ദൈവം പറയുന്നു. Gospel of John chapter 1 verse 12 says, those who believe in him are called his sons. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:12 നാം ഇപ്രകാരം വായിക്കുന്നു, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും You are ദൈവമക്കളാണ്. the child of the King of the kings and the Lord of the Lord. രാജാതിരാജാവിന്റെ കർത്താവിന്റെ മക്കളാകുന്നു നിങ്ങൾ. My friends, do not believe at the lies of the enemies. ശത്രു പറയുന്ന കള്ളങ്ങൾ നിങ്ങൾ വിശ്വസിക്കുവാൻ ഒരിക്കലും തയ്യാറാകരുത്. He might be telling you that Midianites are way bigger than what you are. ഒരുപക്ഷെ ശത്രു നിങ്ങളോട് പറയുന്നുണ്ടാകാം, മിദ്യാന്യർ നിങ്ങളെക്കാൾ ശക്തരും വലിപ്പമുള്ളവരുമാണ്. You will live all your life in fear. നിങ്ങൾ ഒരുപക്ഷെ ജീവിതം മുഴുവൻ ഭയത്തിൽ ജീവിക്കുന്നുണ്ടാകാം. You will run here and there and you will be scattered. നിങ്ങൾ ഒരുപക്ഷെ അവിടെയും ഇവിടെയും ഓടിപ്പോയിട്ട് നിങ്ങൾ ലക്ഷ്യം തെറ്റിപ്പോയിട്ടുണ്ടാകാം. You will not be able to enjoy the produce of your hard work. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയാതെ വന്നിട്ടുണ്ടാകാം. No, but listen to what God is saying to you today. എന്നാൽ ഇന്ന് ദൈവത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. God is saying you are a mighty man of valor. ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു പരാക്രമശാലിയാണെന്ന്. God is going to use you in a way that you have never imagined. നിങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നതിനപ്പുറമുള്ള രീതിയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. You know what happened when Gideon heard the voice of God? ഗിദെയോൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? Oh, his life changed. അവന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. From a timid and a fearful person, ഒരു ഭയപ്പെട്ട വ്യക്തിയിൽ a നിന്ന്, person who was intimidated by the circumstances, സാഹചര്യങ്ങൾ കൊണ്ട് ഒതുങ്ങിപ്പോയ ഒരു a മനുഷ്യൻ, man who could not think about his future, തന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയാതിരുന്ന ഒരു വ്യക്തി, a man who had a very limited thinking for him and his family. അവനെക്കുറിച്ച് അവന്റെ കുടുംബത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. But when he heard the voice of God, എന്നാൽ ദൈവത്തിന്റെ ശബ്ദം അവൻ കേട്ടപ്പോൾ, but when he heard from God who he is, ദൈവം ആരാണെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, my Bible says he became one of the greatest deliverer of Israel. വേദപുസ്തകം പറയുന്നു, അവൻ ഇസ്രായേലിനെ രക്ഷിക്കുന്ന ഏറ്റവും വീരനായ വ്യക്തിയായി തീർന്നു. He delivered Israelites from the hands of the Midianites. അവന് ഇസ്രായേൽ ജനത്തെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. Not with the number of the people, ആളുകളുടെ എണ്ണം കൊണ്ട് അല്ല, but he delivered the people by having faith in God and by what he heard from God. ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടും ദൈവത്തിൽ നിന്ന് അവൻ കേട്ട വചനത്തിന്റെ ശക്തി കൊണ്ടും അവൻ ജനത്തെ വിടുവിക്കുവാൻ ഇടയായി. Today I do not know what situation you are in. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് എന്ന് എനിക്ക് അറിയില്ല. There might be a lot of things that is bringing fear in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഭയം കൊണ്ടുവരുന്ന പല കാര്യങ്ങൾ ഉണ്ടാകാം. You might be just thinking about you, your family and the little things. അതെ, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന But വ്യക്തിയായിരിക്കാം. today you have a God who can make impossible possible. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. I want you to hear God today. അതെ, ഇന്ന് നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കണമെന്ന് ഞാൻ In ആഗ്രഹിക്കുന്നു. midst of your situation, I want your ears to be open to hear the voice of God. അതെ, ഏത് സാഹചര്യത്തിൽ നടുവിലാണെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Oh, Gideon's life changed when he heard the voice of God. ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. If Gideon's ears were not open to hear the voice of God, he would have never become the deliverer of Israel. അവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാന്റെ കാതുകൾ തുറന്നിരുന്നില്ലെങ്കിൽ അവൻ ഇസ്രായേലിന്റെ വിടുതലിന് The കാരണക്കാരനാവില്ല. Bible says that God has not given us a spirit of fear. വേദപുസ്തകം പറയുന്നു, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. Today is fear operating you. അതെ, ഒരുപക്ഷെ ഭയം നിങ്ങളെ ഭരിക്കുന്നുണ്ടാകാം.
Is fear controlling your life? ഭയം നിങ്ങളെ നിയന്ത്രിക്കുന്നതാണോ? Are you worried about your future? നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നു? Are you worried about your business? നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നുവോ? Or is your family issues bothering you? ഒരുപക്ഷെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളെ തളർത്തുന്നുണ്ടോ? Do you have fear about the future of your children? നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? Are you sitting and wheating the wheat to try to hide it from the enemy? ശത്രുവിന്റെ കയ്യിൽപ്പെടാതെ വണ്ണം നിങ്ങൾ ഗോതമ്പ് മെതിക്കുന്ന ഒരു വ്യക്തിയാണോ? Beating with tears in your eyes, അതെ, നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. with uncertainties, with insecurity, നിങ്ങളുടെ ജീവിതത്തിൽ അരക്ഷിതാവസ്ഥയാണോ നിലനിൽക്കുന്നത്? and having very little visions and goals in your life. നിങ്ങളുടെ ജീവിതത്തിൽ പരിമിതമായ പ്രതീക്ഷകൾ മാത്രം നിലനിൽക്കുന്ന വ്യക്തിയാണോ? Oh, Gideon was doing the same thing. അതേ, ഗിദെയോന്റെ ജീവിതത്തിലും അപ്രകാരം While he was beating the wheat, അവന് ഗോതമ്പ് പാറ്റുന്ന maybe സമയത്ത് he was full of fear. അവന്റെ ജീവിതത്തിൽ മുഴുവനും ഭയമാണ്. Tears were flowing through his eyes probably. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയെ ഒഴുകുന്നു. While beating, he must have been turning back and looking if the enemy is coming. അവന് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പിന്നിലേക്ക് നോക്കി ശത്രു വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരിക്കാം. And he must be just crying one cry with a heavy heart. അവൻ ഒരു പക്ഷേ അവൻ വളരെ ദുഃഖിതനായി And കരഞ്ഞിട്ടുണ്ടാകാം. he would have been just saying like this, അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, God, all I need is this produce till the next harvest. അതേ കർത്താവേ, എനിക്ക് ഈ വിളവ് അടുത്ത കൊയ്ത്തു വരെ Oh, നിലനിൽക്കണം. so that we can eat at least one bread each day. അതെ, ഞങ്ങൾക്ക് ഓരോ ദിവസത്തേക്കുമുള്ള അപ്പം ലഭിക്കും. I don't want too many, but Lord, one bread a day. ഞങ്ങൾക്ക് ഒത്തിരി അപ്പമല്ല, ഒരു ദിവസത്തേക്ക് ഒരപ്പമെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കും. Let my children not go hungry. അതെ, എന്റെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുകയില്ല. Lord, keep us safe. അതെ, ഞങ്ങൾ Help me സുരക്ഷിതരായിരിക്കും. to hide this little wheat for little time. അതുകൊണ്ട് ഈ വിളവിനെ അവിടുന്ന് മറ്റാരും കാണാതെ But സംരക്ഷിക്കണം. who is our God? എന്നാൽ നമ്മുടെ ദൈവം ആരാണ്? He thinks beyond our imagination. നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്ത് ചെയ്യുന്ന When ദൈവമാണ്. Gideon was thinking for 6 months, God was thinking for eternity. അവൻ ഗിദെയോൻ 6 മാസത്തെ കാര്യം മാത്രം ചിന്തിക്കുമ്പോൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദൈവമാണ് I നമ്മുടെ want to tell you, my friends, my God knows the end even before the beginning. അതേ, നമ്മുടെ ദൈവം ആദിയിൽ തന്നെ അതിന്റെ അവസാനം അറിയുന്ന ദൈവമാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. Oh, He knows about you even before you were conceived in your mother's womb. അത് നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുന്നമേ നിങ്ങളെക്കുറിച്ച് അറിയുന്ന ദൈവമാണ്. He knows everything about you. നിന്നെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അറിയാവുന്ന ദൈവം. God is calling you today like He called Gideon. അത് ഗിദെയോനെ വിളിച്ചതുപോലെ ഇന്ന് നിങ്ങളെയും അവിടുന്ന് വിളിക്കുകയാണ്. You are a mighty man of valor. അതെ, നിങ്ങൾ പരാക്രമശാലിയായ വ്യക്തിയാണ്. You are a mighty woman of valor. നിങ്ങൾ ധീരയായ ഒരു വനിതയാണ്. Don't think about the next 6 months, but think about the provisions and the goodness of God in your life. അതെ, നിങ്ങൾ 6 മാസത്തെ കാര്യം മാത്രമല്ല ചിന്തിക്കേണ്ടത്, നന്മയും കരുണയും ജീവിതാഷ്കാലം മുഴുവൻ തരാൻ കഴിയുന്ന ദൈവത്തെ. Maybe the doctors have said that you will live only for 3 or 4 months. നിങ്ങൾ 3-4 മാസത്തേക്ക് ജീവിച്ചിരിക്കുകയുള്ളെന്ന് ഡോക്ടർമാർ ഒരുപക്ഷെ പറഞ്ഞിരിക്കാം. But believe in what the word of God says. എന്നാൽ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവെന്ന് ശ്രദ്ധിക്കുക. That I've come to give you life and life in abundance. അതേ, കർത്താവ് വന്നത് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ. In John 10:10, Jesus promised us that He came to give us life and life in abundance. യോഹന്നാൻ 10:10 പറയുന്നു, യേശു കർത്താവ് വന്നത് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ ആണ്. Believe in the word of God which says that you shall live to see the goodness of God. നിങ്ങൾ ദൈവത്തിന്റെ നന്മയും കരുണയും കാണുമെന്നുള്ള ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കുക. You might be going through financial crisis. നിങ്ങൾ ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള You do not know how you will pay back your loans. നാളത്തെ ലോൺ നിങ്ങൾ എങ്ങനെ അടയ്ക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. You don't know how you will pay your children's fees. നിങ്ങളുടെ കുട്ടികളുടെ ഫീസ് എങ്ങനെ അടയ്ക്കുമെന്ന് നിങ്ങൾക്ക് അറിയുകയില്ല. But believe that you have a God who shall supply all your needs according to His riches and glory. എന്നാൽ അവന്റെ മഹിമാധനത്തിനൊത്തവണ്ണം നമ്മെ അനുഗ്രഹിക്കുവാൻ മതിയായവനായ ദൈവം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. His goodness and mercy shall follow you all the days of your life. എല്ലാ കാലത്തും അവിടുത്തെ നന്മയും കരുണയും നിങ്ങളുടെ ജീവിതാഷ്കാലം മുഴുവൻ നിങ്ങൾ. Oh, He has said that the Lord is my shepherd and I shall lack nothing in my life. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകയില്ല. Your God is bigger than your problem and your situation. നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ, നിങ്ങളുടെ സാഹചര്യങ്ങളെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. Today I want to speak to you. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ I ആഗ്രഹിക്കുന്നു. want to tell you that you are no ordinary person. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ലെന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കട്ടെ. You got to know who you are. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. You are not what the enemy is telling you. ശത്രു പറയുന്ന ആളല്ല നിങ്ങൾ.
You are not what the situation is showing you. അതേ സാഹചര്യം വെളിപ്പെടുത്തുന്ന വ്യക്തിയല്ല നിങ്ങൾ. You are not the problems that are around you. നിങ്ങളുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ ഉണ്ടായ ഒരു വ്യക്തിയല്ല നിങ്ങൾ. No, but you are a child of God. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാകുന്നുവെന്ന് ഓർക്കുക. You are more than conqueror. നിങ്ങളൊരു ജയാളിയായ വ്യക്തിയാണ്. You are somebody who will have victories after victories. നിങ്ങൾ ജയത്തിന് മീതെ ജയം പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണ്. You are someone who has God in his life. അത് ജീവിതത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തേണ്ട വ്യക്തിയാണ്. You will not fail. നിങ്ങൾ പരാജയപ്പെടുകയില്ല. You might be thinking of next 6 months, but let me tell you, 10 years, 20 years from now, you will turn back and you will tell about the goodness of God. നിങ്ങൾ ഒരു പക്ഷേ അടുത്ത 6 മാസത്തേക്കായിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ 10 വർഷം 20 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പിന്നിലേക്ക് നോക്കിയിട്ട് പറയും യഹോവ നല്ലവനായിരുന്നുവെന്ന്. The man who was trying to hide wheat till the next harvest is now not thinking about 6 months, but he's thinking about the nation of Israel. അടുത്ത 6 മാസത്തേക്ക് തൻ്റെ വിളവ് സൂക്ഷിക്കണമെന്ന് കരുതിയിരുന്ന വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് തൻ്റെ ജനത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതാണ്. I'm preaching about Gideon today because he heard the voice of God. ഞാൻ ഇന്ന് ഗിദെയോനെക്കുറിച്ച് സംസാരിക്കുന്നതിന് കാരണം ഗിദെയോൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടാണ്. Let your children, your children's children, and generations to come talk about you because you will hear the voice of God. നിങ്ങളുടെ മക്കൾ, മക്കളുടെ മക്കൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുവാനിടയാകട്ടെ. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട് അവർ മറ്റുള്ളവരോട് സംസാരിക്കട്ടെ. Father, in the name of Jesus. പിതാവേ, യേശു കർത്താവിൻ നാമത്തിൽ Lord, I pray for my brothers and sisters. ഞാൻ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. No matter what situation they are going through, അവർ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് പ്രശ്നം. let them know that you are bigger than that. അവർ ഈ പ്രശ്നത്തിനേക്കാൾ വലുതാണ് എൻ്റെ ദൈവമെന്ന് തിരിച്ചറിയട്ടെ. They might be trying to hide, they might be trying to hide themselves. ഒരുപക്ഷെ അവർ തന്നെ മറയ്ക്കുവാനായി ശ്രമിച്ചിട്ടുണ്ടാകാം. They might be thinking about 6 months of a small period of time in their life. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ അടുത്ത 6 മാസത്തേക്ക് മാത്രം ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. But Lord, I want them to hear you and think with the bigger picture that you have for them. അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തിന് അവരെക്കുറിച്ചുള്ള വലിയ പദ്ധതികളെക്കുറിച്ച് അവരെ അറിയുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Bless them and let them have a victorious life. അവരെ അനുഗ്രഹിക്കണമേ. അവർ വിജയകരമായ ജീവിതം നയിക്കുവാനിടയാകട്ടെ. Let them have victory over every Midianite that they have in their life. അവരുടെ ജീവിതത്തിലുള്ള സകല മിദ്യാന്യ ശക്തികൾക്ക് നേരെയും അവർ ജയം പ്രാപിക്കുന്നവരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. In Jesus' name. യേശു കർത്താവിൻ നാമത്തിൽ. Amen and amen. ആമേൻ. God bless you. Thank you very much. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.